Hello all. Today we are going to discuss about the topic the apparent force of gravity. So in the previous class we have already discussed about the fictitious forces in non-inertial systems. And I give you a brief idea about what happens uh, in a lift, that is when it is accelerating upwards and it is accelerating downwards, or if it is in rest and in the case of the uniform motion of a lift. All those things were discussed in the previous class, and the problems based on the fictitious force and the Galilean hypothesis are also discussed. So in this class we are discussing a new topic called the apparent force of gravity. So in order to know the apparent force of gravity, we have to first know what is meant by apparent weight. So we know that in general we call the weight of an object as the force of gravity on that object. That means if we have an object having mass m, we know that the weight of that body having mass m is m into g. You know that is weight is equal to m into g, where m is the mass of the particle and g is the acceleration due to gravity. Actually, that m into g is equivalent to the force equation F is equal to m into a. Instead of a, here we have g, that is acceleration due to gravity. So m into g can be called as the force of gravity on that object having mass m. So we can call weight of an object as the force of gravity on that object. And our sensation of weight means that is if we have a body on a table, that is if we have a book on a table, our sensation of weight of that book on that table can be due to the contact forces that supports the book in order to sit on that table. അതായത് നമുക്കിപ്പോൾ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു ബോഡി ഇപ്പം നമ്മുടെ കയ്യിലൊരു ബോൾ ഉണ്ട്, ആ ബോളിൻ്റെ വെയിറ്റ് ഇത്രയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമ്മളത് കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ വി ഫീൽ that body has this much grams or this much kilograms. നമുക്ക് തോന്നുകയാണ് നമുക്ക് വി ഫീൽ ദാറ്റ് നമുക്കത് ഇത്രയുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ കോണ്ടാക്ട് ഫോഴ്സസ്. നമ്മൾ ആ ബോളിനെ പിടിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമ്മളെ കൈ ആ ബോളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കോണ്ടാക്ട് കൊണ്ട് ഉണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സ്, നമ്മളുടെ കൈവിരലുകൾ ആ ബോളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സ് കൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്ത്, നമുക്ക് അങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ടാകുന്നത് എന്തെന്ന്, ഈ ബോഡിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ബുക്കിന് ഇത്ര വെയിറ്റ് ഉണ്ട്. ആ ബുക്ക് എന്തുകൊണ്ടാണ് ആ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നത്? ആ ബുക്കിൻ്റെ ഒരു എം മാസ് ഉണ്ടായിരിക്കും, എം ഇൻറ്റു ജി വെയിറ്റ് ഉണ്ടായിരിക്കും. ആ വെയിറ്റിനെ ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്? ആ വെയിറ്റ് എം ജി എന്ന് പറഞ്ഞ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക? ഇറ്റ് വിൽ ഓൾവേസ് ആക്ട് ഡൗൺവേർഡ്സ്. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഈ വെയിറ്റിനെ ആര് ബാലൻസ് ചെയ്യുന്നു? ഒരു അപ്വേർഡ് ഫോഴ്സ് കൊണ്ട് ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത് ആര്? ടേബിള്. എം ജി വെയിറ്റ്, ബുക്കിന്റെ എം ജി വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു എങ്കിൽ എന്താ ആക്ട് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഈക്വലന്റ് എമൗണ്ട് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് ആര് കൊടുക്കണം? അവിടെ ടേബിൾ ബുക്കുമ്പേക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ബുക്കിന് അവിടെ ടേബിളിന്റെ മുകളിൽ ഫിക്സ്ഡ് ആയിട്ടൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് കോണ്ടാക്ട് ഫോഴ്സ്, നോർമൽ ഫോഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാത്തത്. സോ അവർ സെൻസേഷൻ ഓഫ് വെയിറ്റ് of a body is due to the contact forces supporting you. So now we are going to define the apparent weight. നമ്മൾ ഓൾറെഡി വെയിറ്റ് എന്താണെന്ന് പറഞ്ഞു. മാസ് എന്ന് പറയുന്നത് എം ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. The force of gravity on that object, that is m into g, is called as the weight of that object. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ട്രൂ വെയിറ്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് apparent weight?
So define your apparent weight in terms of the force you feel. നമ്മൾ apparent weight എന്തിനെ വെച്ചിട്ടാണ് പറയുന്നത്? നമുക്ക് ഏതൊക്കെ ഫോഴ്സുകളാണ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഏതൊക്കെ ഫോഴ്സുകൾ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാം, ഏതൊക്കെ കോണ്ടാക്ട് ഫോഴ്സുകളാണ് അവിടെ വരുന്നുണ്ടാവുക, അങ്ങനെയുള്ള ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പാരന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് M×G എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. അത് ട്രൂ വെയിറ്റ് ആണ്. അത് നമ്മൾ എർത്തിന്റെ ഏത് പൊസിഷനിൽ വെച്ചാൽ M×G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്സഡ് വാല്യൂ നമുക്ക് കിട്ടും. ഇനി അപ്പാരന്റ് വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടെ എന്തൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ആ ഒബ്ജക്റ്റുമേന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നമുക്ക് കിട്ടുക? അപ്പാരന്റ് വെയിറ്റ് നമുക്ക് കിട്ടുക. സോ അപ്പാരന്റ് വെയിറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സപ്പോർട്ടിംഗ് കോണ്ടാക്ട് ഫോഴ്സസ്. എത്ര കോണ്ടാക്ട് ഫോഴ്സസ് അവിടെ വരുന്നുണ്ടോ അത്രയും കോണ്ടാക്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദാറ്റ് ബോഡി. അപ്പാരന്റ് വെയിറ്റിന്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് അപ്പാരന്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഞാൻ പറഞ്ഞത്, അപ്പാരന്റ് വെയിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പാരന്റ് വെയിറ്റ് ഓഫ് എൻ ഓബ്ജെക്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദ സ്കെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതാണ് നമ്മുടെ സിറ്റുവേഷൻ? ഹിയർ we have an object. Suppose it can be a person. That person is standing on a weighing balance. ഒരു weighing ബാലൻസിന്റെ മുകളിൽ അയാൾ കയറി നിൽക്കുകയാണ്. സോ അവിടെ എന്തുണ്ട്? ഒരു സ്കെയിൽ റീഡർ ഉണ്ട്. ഒരു സ്കെയിൽ റീഡർ ഉണ്ട് ഇവിടെ. ആ സ്കെയിൽ റീഡറിൽ നിന്നാണ് നമുക്ക് അയാളുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും അവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സുകൾ നമ്മൾ ആദ്യം നോക്കണം. ഈ കേസിൽ എന്താണ്? ഈ പേഴ്സൺ ഇവിടെ വെയിങ് ബാലൻസിന്റെ മുകളിൽ നിൽക്കുകയാണ്. ആ വെയിങ് ബാലൻസ് എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ലിഫ്റ്റിനകത്താണ് ഇരിക്കുന്നത്. ആ വെയിങ് ബാലൻസ്, ആ ലിഫ്റ്റ് ഇപ്പൊ റെസ്റ്റിലാണ്. That is, there is no acceleration for that lift. Then acceleration is then no acceleration means the lift is at stationary. ലിഫ്റ്റ് അവിടെ സ്റ്റേഷനറി നിൽക്കണം. അപ്പൊ ഈ പേഴ്സൺ എത്ര ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും? ആ പേഴ്സന്റെ വെയിറ്റ് എത്രയാണോ അത്രയായിരിക്കും അവിടുത്തെ ഫോഴ്സ് ആ പേഴ്സണിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. W എന്ന് പറഞ്ഞുള്ള ഒരു വെയിറ്റ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മുൻപ് പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് വിത്ത് ആൻ ആക്സിലറേഷൻ A. ദെൻ ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ ഈസ് 700 ന്യൂട്ടൺ. 700 ന്യൂട്ടൺ ആണ് നമുക്ക് ലിഫ്റ്റ് സ്റ്റേഷനറി ആയിരുന്നപ്പോൾ കിട്ടിയിരുന്നത്. ഇനി ലിഫ്റ്റ് നമ്മൾ അപ്വേർഡ് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ വെയിറ്റ് 700 ന്യൂട്ടൺ ആണ്. പക്ഷെ വെയിങ് ബാലൻസിൽ എത്രയാണ് കാണിക്കുന്നത്? വെയിങ് ബാലൻസിൽ 1000 ന്യൂട്ടൺ ആണ് കാണിക്കുന്നത്. 1000 ന്യൂട്ടൺ ആണ് കാണിക്കുന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു, ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്വേർഡ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ് ടു ബി ഇൻക്രീസ്ഡ്. നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ചെന്താണ്? ലിഫ്റ്റ് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യാണ്. ഈ സിറ്റുവേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ആക്ച്വൽ വെയിറ്റിനേക്കാളും കുറവ് വെയിറ്റ് നമുക്കുള്ളത് പോലെ, നമുക്ക് ആ ഒബ്ജക്റ്റിനുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. സോ ആക്ച്വൽ വെയിറ്റ് എത്രയായിരുന്നു? 700 ന്യൂട്ടൺ ആയിരുന്നു ആക്ച്വൽ വെയിറ്റ്. ലിഫ്റ്റ് ആക്സിലറേഷനിൽ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് എത്ര സ്കെയിൽ റീഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? 400 ന്യൂട്ടൺ ആണ് കാണാൻ പറ്റുന്നത്. ആക്ച്വൽ വെയിറ്റിനേക്കാളും കുറവാണ് നമുക്ക് സ്കെയിലിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു? ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഫീൽ ചെയ്യും? വെയിറ്റ്ലെസ്നെസ് എന്നുള്ളൊരു ഇഫക്റ്റ് അവിടെ ഉണ്ടാവും. ദെൻ ദിസ് ബോഡി ഈസ് appear to be equal to that of a freely falling body. ഒരു freely falling bodyക്ക് ഇക്വാലന്റ് ആയിരിക്കും. then it feels weightlessness. അതിന് വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അപ്പാരന്റ് വെയിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? നമ്മൾ ഈ കേസിൽ എന്തൊക്കെ നോർമൽ ഫോഴ്സുകൾ അവിടെ ആ പേഴ്സണും ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. സോ ഫോർ ദാറ്റ് എന്താണ് നമുക്ക് എന്തൊക്കെ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് നമുക്കറിയണം. എങ്ങനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ നോർമൽ ഫോഴ്സുകൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുക? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ എ ഫ്രീ ബോഡി ഡയഗ്രാം. നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യണം. ആ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റുമേ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
അതിന് ഏതൊക്കെ ഫോഴ്സുകൾ അതിന് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും. സോ എ ഫ്രീ ബോഡി ഡയഗ്രാം ഈസ് എ ഡയഗ്രാം ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ ഇറ്റ്. ഒരു ഒബ്ജക്റ്റുമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളിലൊക്കെ നമുക്കൊരു ഐഡിയ നമുക്ക് എന്തിൽ കിട്ടും? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കിട്ടും. So free body diagram is a diagram that represents the object and the forces act on it. So in order to understand what are the forces acting on this person standing on a weighing balance inside a lift, in order to get that idea we have to consider the what are the forces acting on that person. Then only we get apparent weight of that person. Okay, so if we this is an example in order to get the idea of free body diagram. നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ നമുക്കൊരു കാറുണ്ട്. അപ്പോൾ കാറ് റെസ്റ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു രണ്ട് പേര് എന്താണ് കാറിന് തള്ളുകയാണ് പിടിച്ചിട്ട്. they are applying some force on that car. That is, one person applying a force of 275 Newton while the other person applying a force of 395 Newton. So in total അവിടെ എത്ര വരും? മൊത്തം 560 ന്യൂട്ടൺ ആര് അപ്ലൈ ചെയ്യുന്നുണ്ട്? these two persons applies on this car. ഈ കാറും അവർ 560 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ കാറ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ കാർ ഇപ്പോൾ റെസ്റ്റിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാർ റെസ്റ്റിലിരിക്കുന്നത്? ഈ കാറിലേക്ക് 560 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഈ കാർ എന്തുണ്ടാക്കുന്നുണ്ട്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം this car exerts an opposing force on these two persons which is exactly equal to 560 Newton. That is the sum of the two forces exerted by the two persons on that car. ആ കാറിൽ രണ്ട് പേഴ്സൺസ് എത്രയാണോ ഫോഴ്സ് കൊടുത്തത്, എക്സേർട്ട് ചെയ്തത്, അത്രയും ഫോഴ്സിന്റെ ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആര് തിരിച്ച് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? കാറ് ഈ രണ്ട് പേഴ്സൺസിലേക്കായിട്ട് തിരിച്ച് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് കൺസിഡർ ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ കാർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാറാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. കാറുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? 275 ന്യൂട്ടൺ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. That is in this direction, positive x direction. And the second person also exerts a force of 375 Newton in the positive x direction. So two forces in the plus x direction. So in total this will be 560 Newton. This is the action. As in reaction, the car exerts an equal and opposite amount of force. So that is 560 Newton is exerted by the car into these two persons. That is in the opposite direction. So these two forces exerted by the persons in the plus x direction, then the opposite force exerted by the car, that is 560 Newton, will be in the opposite x direction. So first force 275 Newton here, second force 375 Newton here, and the third force exerted by the car is in this direction. So these are the three forces that act on that object. Here the object is car. So here this is the free body diagram of the car. So that is, what are the forces that act on that car? Here we have three forces. Two forces exerted by the persons on that car. One force is a force exerted by the car on that persons. നമുക്കിവിടെ 3 ഫോഴ്സുകൾ ഉണ്ടെന്ന് കിട്ടി. ഇതാണ് കാറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അതായത് എത്ര ഫോഴ്സുകൾ ആ കാറും ആക്ട് ചെയ്തു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നു. സോ ഈ ഐഡിയ വെച്ച് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാണ്? നമ്മുടെ എക്സാമ്പിൾ എന്തായിരുന്നു? ഒരു പേഴ്സൺ വെയിങ് ബാലൻസിൽ നിൽക്കുകയാണ്. ആ വെയിങ് ബാലൻസ് എവിടെ വെച്ചിട്ടുള്ളത്? ലിഫ്റ്റിനകത്താണ് വെച്ചിട്ടുള്ളത്. ആ ലിഫ്റ്റിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കോണ്ടാക്ട് ഫോഴ്സുകളാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാണ്? നമുക്കറിയാം ആ പേഴ്സൺ എവിടെ നിൽക്കുന്നുണ്ട്? ആ വെയിങ് ബാലൻസ് നിൽക്കുന്നുണ്ട്. സോ ദാറ്റ് പേഴ്സൺ will have a weight. W is equal to m into g. This is the force of gravity. W is equal to m into g. That will be act in the downward direction. അപ്പോൾ നമുക്ക് എന്തിട്ട് ഒരു വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഒപ്പോസ് ചെയ്യാനായി there should be an equivalent opposite force. That force is called the normal force.
ഒരു നോർമൽ ഫോഴ്സ് അവിടെ വന്നു ആരെന്നെ ബാലൻസ് ചെയ്യാനായിട്ട്. W ഈസ് ഈക്വൽ ടു mg നെ ബാലൻസ് ചെയ്യാനായിട്ട് there is an opposite force Fn. So നമുക്കിവിടെ പോസിറ്റീവ് y ഡയറക്ഷനിലും നെഗറ്റീവ് y ഡയറക്ഷനിലുമായിട്ട് നമുക്കിവിടെ എന്ത് കിട്ടി? രണ്ട് ഫോഴ്സുകളുടെ ഡയറക്ഷൻസ് കിട്ടി. ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദാറ്റ് പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദാറ്റ് വെയിങ് ബാലൻസ്. ആ വെയിങ് ബാലൻസിൽ നിൽക്കുന്ന പേഴ്സന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മൾ വരച്ചത്. എത്ര ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്? രണ്ട് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഇത് ലിഫ്റ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോഴത്തെ കേസാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ആ ബോഡിയുടെ വെയിറ്റ്, രണ്ട് ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു നോർമൽ ഫോഴ്സ്, അപ്പാരന്റ് മീൻസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന ഒരു നോർമൽ ഫോഴ്സ്. ഇത്രയുമാണ് അവിടെ ഉള്ളത്. ആണല്ലോ? ആണ്. ഇനി നമ്മളുടെ ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യാണ് വിത്ത് ആൻ ആക്സിലറേഷൻ എ കൂടി വരുമ്പോൾ നമുക്ക് ഒരു ഫോഴ്സും കൂടി അവിടെ വരും. എന്താണ് വരിക? F ഈസ് ഈക്വൽ ടു m ഇൻറ്റു എ. ഫോഴ്സ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ലിഫ്റ്റ്. ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഫോഴ്സും കൂടി നമ്മളുടെ ഈ പിക്ചറിലേക്ക് വരും. ഇതിപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലായതുകൊണ്ട് രണ്ട് ഫോഴ്സേ വരുന്നുള്ളൂ. ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തും കൂടെ വരും? F ഈസ് ഈക്വൽ ടു ma എന്നുള്ള വേറൊരു ഫോഴ്സും കൂടി അവിടെ വരും. ഓക്കെ, അപ്പം നമ്മളിവിടെ മാനേജ് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ y ആക്സിസിലുള്ള ഫോഴ്സുകളുടെ സം നമ്മൾ എടുക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? അപ്പാരന്റ് വെയിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സപ്പോർട്ടിംഗ് കോണ്ടാക്ട് ഫോഴ്സസ്. എല്ലാ സപ്പോർട്ടിംഗ് കോണ്ടാക്ട് ഫോഴ്സുകളുടെയും സമ്മാണ് നമുക്ക് അവിടെ ആവശ്യം. മാഗ്നിറ്റ്യൂഡ്സ് ആണ് നമുക്ക് ആവശ്യം. അവിടെ നമ്മൾ നോക്കുകയാണ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ എല്ലാ ഫോഴ്സുകളും ആക്ട് ചെയ്യുന്ന ഏത് ആക്സിസിലാണ്? y ആക്സിസിലാണ്. x ആക്സിസിലേക്കോ z ആക്സിസിലേക്കോ നമുക്ക് യാതൊരു തരത്തിലുള്ള ഫോഴ്സുകളും വരുന്നില്ല. സോ വി റെപ്രസെന്റ് സമ്മേഷൻ f ഓഫ് y. y ആക്സിസ് കാണിക്കാനാണ് സഫിക്സ് y ഇരിക്കുന്നത്. y സഫിക്സ് y മീൻസ് ദ ഫോഴ്സസ് ഓൺ ദ y ആക്സിസ്. എന്തൊക്കെ ഫോഴ്സ് വരുന്നുണ്ട്? ഒരു അപ്വേർഡ് നോർമൽ ഫോഴ്സ് വരുന്നുണ്ട് Fn. അത് അപ്വേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് ദാറ്റ് ഈസ് പ്ലസ് Fn. സെക്കൻഡ് ഫോഴ്സ് എന്താ വരുന്നത്? മൈനസ് mg. ആക്ച്വലി ഇറ്റ് ഈസ് mg. സിൻസ് ഇറ്റ് ഈസ് ആക്ടിംഗ് ഡൗൺവേർഡ്സ് വി യൂഷ്വലി ടേക്ക് mg ആസ് മൈനസ് mg. ഓക്കെ, സോ പ്ലസ് Fn മൈനസ് mg. ഇത് ആരുമായിട്ടാണ് ബാലൻസ് ചെയ്യുന്നുണ്ടാവുക ഈ ഫോഴ്സ്? ദിസ് ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ദ ഫോഴ്സ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ലിഫ്റ്റ്, ദാറ്റ് ഈസ് m ഇൻറ്റു a. ഈ force Fn minus mg is balanced by the force due to the acceleration of that lift. ആ ലിഫ്റ്റ് മുകളിലേക്കാണോ താഴേക്കോ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്യുന്നുണ്ട്? Fn minus mg എന്ന് പറഞ്ഞ ഫോഴ്സ് അവിടെ ബാലൻസ് ചെയ്യും. Then what will be Fn? എന്താണ് അവിടുത്തെ Fn? Fn will be equal to mg plus ma. Then Fn is called the apparent weight. Then apparent weight is equal to mg, the true weight, plus the force acting on that person due to the acceleration of the lift. നമ്മളിപ്പോൾ ഇവിടെ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ ഒരു അപ്പോർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ആക്സിലറേഷൻ പ്ലസ് എ ആണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ma എന്നുള്ളത്. ഡൗൺവേർഡ് സിറ്റുവേഷൻ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തു എന്ന് മാത്രം. നമ്മളിപ്പോൾ ഇവിടുത്തെ MAക്ക് വരുന്ന സൈനിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യുകയാണത് പ്ലസ് എ ആക്സിലറേഷനിലാണ്. സപ്പോസ് അത് ഒരു അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ അപ്പാരന്റ് വെയിറ്റ് ഓർ അപ്പാരന്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, we have to consider the free body diagram of that object. So here this is the person standing on that weighing balance is the object. Here this object has two forces acting on it. One is the weight or the force of gravity, W is equal to mg, and the second force is the normal force Fn. Then നമ്മൾ അപ്പാരന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കോണ്ടാക്ട് ഫോഴ്സസ് എടുക്കുന്നു. ദെൻ Fy വിൽ ബി ഈക്വൽ ടു Fn മൈനസ് mg. ദെൻ Fn ഈസ് കോൾഡ് അപ്പാരന്റ് വെയിറ്റ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? കോണ്ടാക്ട് ഫോഴ്സുകൾ കൊണ്ട് ഉണ്ടാകാവുന്ന ടോട്ടൽ വെയിറ്റ് ആണത്, അപ്പാരന്റ് വെയിറ്റ്. സോ Fn വിൽ ബി ഈക്വൽ ടു mg plus ma, where mg is the true weight
of that body having mass m, and ma is the force acting on that body due to the acceleration of that system. ആ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ് എന്ത് ma. Then apparent weight Fn is equal to mg plus ma. Second example നമുക്ക് നോക്കാം. Consider a body is having mass m is placed on top of a table. So here എന്താ വരുന്നത്, ആ ബോഡിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് ആണ് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് W, and the second force is the force balanced by the weight of this object. ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് അവിടെ വേണം, which is called as the normal force. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. The normal force is one component of the force that a surface exerts on an object with which it is in contact. That is perpendicular to the surface. ആ ഫോഴ്സിനെ പറയുന്നതാണ് നമ്മൾ നോർമൽ ഫോഴ്സ്. ഇവിടെ നമുക്ക് നോർമൽ ഫോഴ്സിന്റെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. W വെയിറ്റ് ഒരു ബോഡിക്ക് ഉണ്ടെങ്കിൽ ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോർമൽ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് എ സർഫസ് എക്സേർട്സ് ഓൺ an object with which it is in contact. ഏത് സർഫസുമായിട്ടാണോ ആ ബോഡിക്ക് കോണ്ടാക്ട് ഉള്ളത്, ആ ബോഡി ആ ഒബ്ജക്റ്റിൽ തിരിച്ച് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്, നോർമൽ ഫോഴ്സ്. അങ്ങനെയാണ് നമ്മുടെ അപ്പാരന്റ് ഫോഴ്സ്, നോർമൽ ഫോഴ്സ് ആണ് ഈ കേസിൽ നമുക്ക് ഇവിടുത്തെ അപ്പാരന്റ് ഫോഴ്സ് ആയിട്ട് കിട്ടിയത്. ദാറ്റ് ഈസ് Fn ഈസ് ഈക്വൽ ടു mg പ്ലസ് ma. നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞ് നമ്മൾ എന്താണ്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. സോ വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദ നോർമൽ ഫോഴ്സ്. സെക്കൻഡ് കേസിൽ എന്താണ്, വെയിറ്റും നോർമൽ ഫോഴ്സിനും പുറമെ വി ആർ അപ്ലൈയിങ് സം ഫോഴ്സ് ഓൺ ദിസ് ഓബ്ജക്റ്റ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വെയിറ്റ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ആ വെയിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിലേക്ക് നമ്മൾ കുറച്ച് ഫോഴ്സ് എക്സ്ട്രാ ആ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഹിയർ വി ഹാവ് ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് അറൌണ്ട് 15 Newton, and the normal force exerted by the table on that object is around 26 Newton, and 26 Newton എന്നുള്ള ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. The extra force we are given to that object is around 11 Newton. നമുക്ക് 26 Newton എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്, the weight of that body is 15 Newton, that is mass into acceleration due to gravity, that is m into g of that body is W is equal to 15 Newton ആണെന്ന് നമുക്കറിയാം. ആ മാസിന്റെ ഒബ്ജക്റ്റിന്റെ മാസ് നമുക്കറിയാമെങ്കിൽ then we are applying a force of around 11 Newton to that body. 11 Newton നമ്മൾ ആ ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്. Then according to the concept of the apparent force of gravity, we know that what is Fn minus mg is ma. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ Fn ആണ് നോർമൽ ഫോഴ്സ്. Fn മൈനസ് എന്ത് വരുന്നുണ്ട്, mg, ദാറ്റ് ഈസ് 15 Newton മൈനസ് 11 Newton. എന്തുകൊണ്ടാണ് മൈനസ് എടുത്തത്, ഈ ഫോഴ്സ് നമ്മൾ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ മൈനസ് ന്യൂട്ടൺ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ma എന്നുള്ളത് 0 ആയിട്ട്. എന്തുകൊണ്ടാണ്, നമ്മുടെ സിസ്റ്റത്തിന് ഇവിടെ യാതൊരു ആക്സിലറേഷനും ഇല്ല. ഈ ടേബിൾ എന്താണ്, റെസ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്, ടേബിളിവിടെ റെസ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് സർഫസ് ഈസ് 0. സോ ആക്സിലറേഷൻ 0 മീൻസ് m into a is equal to 0. സോ Fn മൈനസ് mg is equal to ma എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Fn മൈനസ് ദിസ് ഈസ് മൈനസ് mg, എക്സ്ട്രാ ഒരു ഫോഴ്സും കൂടി ഉണ്ട് ഇവിടെ, മൈനസ് 11 Newton. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 സിൻസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സർഫസ് ഈസ് 0. So from that, what is Fn? Fn is 15 Newton plus 11 Newton, that is 26 Newton. Fn നമുക്ക് 26 Newton ആണെങ്കിൽ, so normal force or the apparent weight of that body is 26 Newton, which is acting upwards. ഇതാണ് ഫസ്റ്റ് കേസിൽ. നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് താഴേക്കാണ് ഈ ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ വെയിറ്റിനെ മുകളിലേക്ക് പുള്ള് ചെയ്യാണ്. ദാറ്റ് ഈസ് we are applying a force 11 Newton in the upward direction. Then what will be the apparent weight or apparent force of gravity? Then Fn is Fn minus 15 Newton
+11 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ +11 എടുത്തത് അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ +11 ന്യൂട്ടൺ വിച്ച് ഈസ് ഈക്വൽ ടു 0. Then Fn is equal to 4 Newton. So in that case the upward normal force or the apparent weight will be equal to 4 Newton. So ഈ കേസിൽ നമുക്ക് എത്ര apparent weight കിട്ടുന്നത് 26 Newton ആയിരുന്നു. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടിയത് എത്രയാണ് 4 Newton. അപ്പാരന്റ് വെയിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അപ്പാരന്റ് ഫോഴ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പാരന്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ് അപ്പാരന്റ് വെയിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, ലിഫ്റ്റിലൊരു പേഴ്സൺ വെയിങ് ബാലൻസിൽ നിൽക്കുന്ന ഒരു കേസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. Fn is equal to Fn minus mg is equal to ma എന്ന് പറഞ്ഞു. Then F is equal to mg plus ma where Fn is the apparent weight. അത് നമ്മൾ ലിഫ്റ്റ് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ ഒന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. നമ്മളത് അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, Fn is equal to mg plus ma എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. കാരണം ആ കേസിൽ മാത്രം നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ma നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റുള്ളൂ, പ്ലസ് ma എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ദ എലിവേറ്റർ ഈസ് മൂവ് ഡൗൺവേർഡ്സ്, എലിവേറ്റർ സപ്പോസ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, mg പ്ലസ് mക്ക് പകരം നമുക്ക് എന്ത് കിട്ടും, mg മൈനസ് ma ആണ് നമുക്ക് കിട്ടുക. And then the normal force is called the object's apparent weight. So in general നമ്മൾ എന്താ പറയുന്നത്, നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ apparent weight ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ Fn is equal to normal force is equal to mg plus ma. പ്ലസ് ma നമ്മൾ എന്തുകൊണ്ടാണ് എടുത്തത്, നമ്മൾ അസ്യൂം ചെയ്യാണ് ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. then Fn is equal to mg plus ma. സപ്പോസ് ലിഫ്റ്റ് താഴേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ, സപ്പോസ് ദ എലിവേറ്റർ ഈസ് മൂവ് ഡൗൺവേർഡ്സ്, then Fn will be equal to mg minus ma. ആക്സിലറേഷൻ നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കണം. then Fn is equal to mg minus ma. ഈ എല്ലാ കേസുകളിലും നമുക്ക് എന്താണ് കിട്ടിയത്, Fn ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. Fn ആണ് നമ്മൾ അപ്പാരന്റ് വെയിറ്റ് ആയിട്ട് പറയുന്നത്. എന്താണ് Fn? Fn is the normal force. So normal force is called as the object's apparent weight. നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ ഇൻ ജനറൽ എന്തായിട്ട് പറയുന്നത്, അപ്പാരന്റ് വെയിറ്റ് ആയിട്ട് പറയുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. സപ്പോസ് എ കാർ ഈസ് മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഫോഴ്സ് ഫ്രം ദ കാർ. So there will be a fictitious force acting on this person sitting inside the car due to the acceleration of the car. Car ഒരു non-inertial system ആണ്, since the car is accelerating. So there will be a fictitious force on that object inside the non-inertial system. Non-inertial system കൊണ്ട് അല്ലെങ്കിൽ accelerating system കൊണ്ട് ഈ ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് എന്ത്, fictitious force. അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ കാറിനകത്ത് ഇരിക്കുന്ന ആളുടെ പേഴ്സന്റെ ആക്ച്വൽ വെയിറ്റ് എത്രയായിരിക്കും, ദിസ് arrow gives the actual weight of that person, true weight, that is m into g, mass into acceleration due to gravity ആണ് അതിന്റെ ആക്ച്വൽ വെയിറ്റ്. apparent weight എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക, apparent weight will be in this direction, that is F is equal to mg plus ma. mg plus ma നമുക്ക് കിട്ടുന്നു. ഈ കേസിൽ സപ്പോസ് ആക്സിലറേഷൻ പറയുന്നത് ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് കേസിൽ എന്താണ്, കാറിന്റെ ആക്സിലറേഷൻ നമ്മൾ കൂട്ടുന്നു. then what happens, the fictitious force increases. fictitious ഫോഴ്സും ഇൻക്രീസ് ചെയ്യും അല്ലെ, -ma0 എന്ന് പറഞ്ഞതിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുന്നു മാത്രം. സോ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്ടീഷ്യസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, അപ്പാരന്റ് വെയിറ്റ് എന്ത് സംഭവിക്കും, അപ്പാരന്റ് വെയിറ്റിന്റെ മാഗ്നിറ്റ്യൂഡും കൂടുതലായി. ഈ പിക്ചറിനെ അപേക്ഷിച്ച് ആക്സിലറേഷനെ അപേക്ഷിച്ച് ഈ കേസിൽ ആക്സിലറേഷൻ കൂടുതലാണ്. സോ അപ്പാരന്റ് വെയിറ്റ് ഈ കേസിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അപ്പാരന്റ് വെയിറ്റ് കൂടുതലായിരിക്കും. കാരണം Fn is equal to mg plus ma. ma എന്ന് പറഞ്ഞൊരു ടേം അവിടെ ഉണ്ട്. a എന്ന് പറയുന്നത് അവിടെ എന്താണ്, കാറിന്റെ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഓഫ് ദ കാർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടുത്തെ അപ്പാരന്റ് വെയിറ്റ്, ഈ പേഴ്സന്റെ അപ്പാരന്റ് വെയിറ്റ് നമുക്ക് അവിടെ കൂടും. mg പ്ലസ് ma എന്ന് പറഞ്ഞ ടേമിൽ ma ടേം കൂടും. സോ F എന്ന് പറഞ്ഞ അപ്പാരന്റ് വെയിറ്റ് കൂടും. സോ നമ്മളൊരു കാറിന്റെ ആക്സിലറേഷൻ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് റെസ്റ്റിലിരിക്കുന്ന പേഴ്സന്റെ അപ്പാരന്റ് വെയിറ്റ് എന്താ സംഭവിക്കുന്നത്, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക.
ഇതൊക്കെയാണ് നമുക്ക് ആ അപ്പാരന്റ് വെയിറ്റും അപ്പാരന്റ് ഫോഴ്സ് ഗ്രാവിറ്റിയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് കിട്ടാനുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള 2 എക്സാമ്പിൾസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എക്സാമ്പിൾ ഈ സിമ്പിൾ പെൻഡുലം. So consider a simple pendulum which carries a mass m which is suspended from the roof of a car moving with an acceleration a. We have to find out the acceleration a and the tension acting on the string. എന്താണ്, ഒരു കാർ ഉണ്ട്, കാറിനകത്ത് ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ആ സിമ്പിൾ പെൻഡുലം ക്യാരി ചെയ്യുന്ന മാസിന്റെ ഒബ്ജക്റ്റിന്റെ മാസ് ആണ് എം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ കാർ എത്ര ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്, എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ, ഈ മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, ഏതൊരു സിറ്റുവേഷൻ കിട്ടിയാലും ഫസ്റ്റ് കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതാണ് നമ്മളുടെ സിമ്പിൾ കാറിനകത്ത് ഹാങ് ചെയ്തിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ദിസ് ഈസ് ദ മാസ്, ദിസ് ഈസ് ദ സ്ട്രിങ്, this is the force due to gravity, that is weight of that object m into g. This m into a is due to the acceleration of that car. Car accelerate ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് m into a. ഇനി ഒരു സ്ട്രിങ് ഒരു വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ this mass exerts a force on this string. That force is called the tension T. ആ ഫോഴ്സിനെയാണ്, ഫോഴ്സ് ഓൺ ദാറ്റ് സ്ട്രിങ് ഈസ് കോൾഡ് ദ ടെൻഷൻ ടി. അതിനാണ് നമ്മൾ ടി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഈ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്ങിന്റെ ലൈനും നോർമൽ ലൈനും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് വരുന്നത്, തീറ്റ ആയിട്ട് വരുന്നത്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ആൻഡ് ദ ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ് ഇൻ ബോത്ത് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ സിസ്റ്റംസ്. ഇതാണ് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനത് വീണ്ടും കമ്പൈൽ ചെയ്തിരിക്കുകയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത് നമ്മളിനി ഇനേർഷ്യൽ ഫ്രെയിമിലും നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും എന്തായിരിക്കും ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കേസ് എന്താണ്, ഇനേർഷ്യൽ ഫ്രെയിം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ഇനേർഷ്യൽ ഫ്രെയിം, ഏതാണ് നമ്മളുടെ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്, നമുക്കൊരു ഇനേർഷ്യൽ ഫ്രെയിമും നോൺ ഇനേർഷ്യൽ ഫ്രെയിമും ഉണ്ട്. ഈ കേസിൽ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, എർത്ത് ആണ് നമ്മളുടെ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് എടുക്കുന്നത്. കാർ എന്താണ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. എന്തുകൊണ്ടാണ്, കാർ ഇവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കാർ ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. സോ കാർ ഈസ് ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആൻഡ് എർത്ത് ഈസ് ദ ഇനേർഷ്യൽ ഫ്രെയിം. സോ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടുള്ള എർത്തിൽ എന്താണ് ആക്സിലറേഷൻ, എന്താണ് ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നു. ദെൻ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പെൻഡുലം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നു. എന്തൊക്കെയാണ് ഫോഴ്സുകളാണ് ഈ മാസിൽ ആക്ട് ചെയ്യുന്നത്, എന്തൊക്കെ വരാം. ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വരാം എം ജി, ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അതാണ് ഒരു ഫോഴ്സ് വരാവുന്നത്. ദെൻ ടെൻഷൻ ടി ഓൺ ദാറ്റ് സ്ട്രിങ്, ഈ ഹാങ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ഈ മാസ് എക്സേർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്, എന്താ അപ്വേർഡ് ഡയറക്ഷൻ ടി. അത് ഏതൊരു സിമ്പിൾ പെൻഡുലം എടുത്താലും ബോബ് സ്ട്രിങ്ങിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. സോ ടെൻഷൻ ടി ആക്ടിങ് ഓൺ ദ സ്ട്രിങ് ഈസ് ദ സെക്കൻഡ് ഫോഴ്സ്. ആൻഡ് ദ തേർഡ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മാസ് എം ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. ഈ കാറിന്റെ ആക്സിലറേഷൻ കൊണ്ട് മാസിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അവിടെ അല്ലേ, കാർ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ആക്സിലറേഷൻ ഉണ്ട് എ, ആ ആക്സിലറേഷൻ കൊണ്ട് ഈ മാസിൽ ഉണ്ടാകാവുന്ന ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം എ, ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പെൻഡുലം ഇൻ ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിം ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഫിക്ടീഷ്യസ് ഫോഴ്സ് ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. So these are the 3 forces. One is force due to gravity, tension T, and F is equal to ma, the force experienced by the mass due to the acceleration of the car.
സോ ടെൻഷൻ ടി നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫോഴ്സ്, ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ഇനി പോസിബിൾ ആയിട്ടുള്ള ഫോഴ്സുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഹിയർ വി ഹാവ് ദിസ് ഈസ് ദ ടെൻഷൻ ടി. ടെൻഷൻ ടി ആണ് നമുക്ക് കിട്ടി. ഈ സ്ട്രിങ്ങും നോർമൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോർമൽ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വി ക്യാൻ ഡിവൈഡ് ദ ടെൻഷൻ ടി ആക്ടിങ് ഓൺ ദ സ്ട്രിങ് ഇൻടു ടു കമ്പോണൻസ്. One is t sin theta and one is t cos theta. ഈ ആംഗിളിന് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് എപ്പോഴും കോസ് തീറ്റ കമ്പോണന്റ് ആയിരിക്കും. ഈ ആംഗിളിൽ നിന്നും അകന്ന് കിടക്കുന്ന കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും? സൈൻ തീറ്റ കമ്പോണന്റ് ആയിരിക്കും. അതാണ് കോസ് തീറ്റ സൈൻ തീറ്റ കമ്പോണൻസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ആംഗിളിന് അടുത്ത് കിടക്കുന്നത് എപ്പോഴും കോസ് തീറ്റ കമ്പോണന്റ് ആയിരിക്കും. ആംഗിളിൽ നിന്നും അകന്ന് കിടക്കുന്ന കമ്പോണന്റ് എപ്പോഴും സൈൻ തീറ്റ കമ്പോണന്റ് ആയിരിക്കും. So here this is angle theta, that is the angle between the string and the normal we have drawn. Then we can split tension into two components. One is t sin theta and the another one is t cos theta. So here the vertical component t cos theta in this direction, and here we have weight of that object mg in this direction. So this t cos theta, the vertical component of tension t cos theta, balances with the weight of the body mg. രണ്ടും ഒരേ ആക്സിസിൽ വരുന്നതാണ് അല്ലെ. ടി കോസ് തീറ്റയും എം ജിയും ഒരേ ആക്സിസിൽ വരുന്നത് കൊണ്ട് ഈ രണ്ട് കമ്പോണൻസ് ആണ് വെർട്ടിക്കൽ കമ്പോണൻസും ബാലൻസ് ചെയ്ത് പോകും. സോ ദ ടി കോസ് തീറ്റ വിൽ ബാലൻസ് വിത്ത് എം ജി. ദെൻ വി ക്യാൻ റൈറ്റ് ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. Similarly, the horizontal components also balances with each other. T sin theta will balance with the component MA. Then we can write T sin theta is equal to MA. This is equation number 2. So here we have two components, two equations 1 and 2 based on the vertical and horizontal components. Now divide equation 2 with equation 1. That is T sin theta by T cos theta is equal to MA by MG. Then we will get t and t will get cancelled. Sin theta by cos theta is tan theta. M and m will get cancelled. Here we have a by g. So tan theta will be equal to a by g. From that, what is a? A is equal to g into tan theta. This is the acceleration of the car in an inertial frame. So here we have to find out the acceleration a of the car and the tension acting on the string. So here this acceleration a means acceleration of the car. So in the inertial frame we find out a is equal to g into tan theta. Now square and add equation 1 and 2. Then we will get equation 1 and equation 2 is square here, add here. Then we will get t square cos square theta plus t square sin square theta will be equal to m square g square plus m square a square. T square is common in these two terms. Take it outside. Then t square into cos square theta plus sin square theta. Cos square theta plus sin square theta is 1. So this term will reduce to t square. In the right hand side, m square g square plus m square a square. M square is common, take it outside. So m square into g square plus a square. So t square is equal to m square into g square plus a square. Then t is equal to m into g square plus a square raised to half. So in this equation, mass of the object is a fixed one. Acceleration due to gravity is also a fixed quantity. If we know the acceleration of that car using this equation, we can calculate the tension T acting on that string. This is the case in an inertial frame. Now we move on to the next case, that is what happens in a non-inertial frame. So similarly, consider the free body diagram here. Here we are now considering a non-inertial frame. Non-inertial frame means here the non-inertial frame is the car which moves with an acceleration a. So which is a non-inertial frame. The car is a non-inertial frame. Now again consider what are the forces acting on the pendulum. First force is force of gravity mg which is acting downwards. Second force is tension T acting on the string which is acting upwards. And the third force is the force acting on this mass m due to the acceleration of the car.
that is the fictitious force. Since we are considering the non-inertial frame with respect to car ആണ് നമ്മൾ ഇവിടെ ഫോഴ്സുകൾ ഡിഫൈൻ ചെയ്യുന്നത്. So the force acting on the mass due to the acceleration of the car is taken as fictitious force F fictitious equal to minus ma. നേരത്തെ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ് എടുത്തത്. അത് ഇനേർഷ്യൽ ഫ്രെയിമിലായിരുന്നു. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് പറയുന്നത്. സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം എ. സോ ഹിയർ ദീസ് ആർ ദ ത്രീ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ പെൻഡുലം ഇൻ ദ കേസ് ഓഫ് ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, ദാറ്റ് ഈസ് ദ ഫ്രെയിം അസോസിയേറ്റഡ് വിത്ത് ദ കാർ. Now again we do the same thing, that is we equate the vertical components and horizontal components, that is t cos theta is equal to mg and t sin theta is equal to minus ma. The dividing equation 2 with equation 1, so f fictitious is minus ma, that's why t sin theta is equal to minus ma. Now equation 2 by equation 1 gives t sin theta by t cos theta is equal to minus ma by mg. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, വിട്ടുപോയതാണ്. മൈനസ് എം എ ബൈ മൈനസ് എം ജി ഗീവ്സ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ജി. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ജി. Then a will be equal to minus g into tan theta. So here we get acceleration of the car as a is equal to minus g into tan theta. Now squaring and adding these two equations, ഒരു കാര്യം പറയാനുള്ളത്, ടെക്സ്റ്റിൽ അത് ജി ഇൻറ്റു ടാൻ തീറ്റ ആണ് എടുത്തിരിക്കുന്നത്. അവരൊരു മൈനസ് സൈൻ അവിടെ വിട്ടുപോയിട്ടുണ്ട്. ടി സൈൻ തീറ്റയ്ക്ക് ഒരു എം എ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു മൈനസ് സൈൻ വിട്ടുപോയതാണെന്ന് വിചാരിക്കുന്നു. സോ എ ഈക്വൽ ടു മൈനസ് ജി ടാൻ തീറ്റ ആണ് വരിക. ടെക്സ്റ്റിൽ അവരത് എ ഈക്വൽ ടു ജി ടാൻ തീറ്റ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. Now squaring and adding equation 2 and 1, we will get t square cos square theta plus t square sin square theta is equal to m square g square minus m n square into m square a square plus m square a square. So again t will be equal to m into g square plus a square raised to half. So if we know the acceleration of the car, then we will get t as m into g square plus a square raised to half. ഇപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലായാലും ഇനേർഷ്യൽ ഫ്രെയിമിലായാലും ടെൻഷൻ ആക്ടിങ് ഓൺ ദ സ്ട്രിങ് എന്താണ്? ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു ഹാഫ്. പക്ഷേ ആക്സിലറേഷൻ്റെ വാല്യൂസിൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് സൈനിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ. Okay, this is the first example given in your textbook. The second example is cylinder on an accelerating plank. Accelerating plank മിലുള്ള ഒരു സിലിണ്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡർ എ സിലിണ്ടർ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ പ്ലാങ്ക് മൂവിംഗ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ. അതായത് നമുക്കിവിടെ ഒരു പ്ലാങ്ക് ഉണ്ട്, ഇതാണ് നമ്മളുടെ പ്ലാങ്ക്. ആ പ്ലാങ്കിന്റെ ആക്സിലറേഷൻ എത്രയാണ്? എ ആക്സിലറേഷൻ ആണുള്ളത്. നമ്മൾ കാറ് കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പ്ലാങ്ക് ആണ്, അതിന്റെ ആക്സിലറേഷൻ എ ആണ്. അതിന്റെ മുകളിൽ എന്താണുള്ളത്? ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്, വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ പ്ലാങ്ക്. ആ പ്ലാങ്കിന്റെ മുകളിൽ അത് സ്ലിപ്പിംഗ് ഒന്നും ഇല്ലാതെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സിലിണ്ടർ. അങ്ങനെ റോൾ ചെയ്യുന്ന സിലിണ്ടറിന്റെ പ്ലാങ്ക് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന പ്ലാങ്കിന്റെ മുകളിൽ റോൾ ചെയ്യുന്ന സിലിണ്ടറിന്റെ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് എൻ ആക്സിലറേറ്റിംഗ് പ്ലാങ്ക്. നമ്മുടെ സിസ്റ്റം തന്നെ എന്താണ്? ഒരു ആക്സിലറേറ്റിംഗ് പ്ലാങ്ക് ആണ്. ദാറ്റ് ഈസ് ദ സിസ്റ്റം ഈസ് നോൺ ഇനേർഷ്യൽ. ലെറ്റ് എ സി ബി ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ഇനേർഷ്യൽ ഫ്രെയിം. ലെറ്റ് ഇറ്റ് ബി എർത്ത്. ഇനേർഷ്യൽ ഫ്രെയിം നമ്മുടെ എർത്ത് ആയിട്ട് എടുത്തിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു എർത്ത് നമ്മുടെ സിലിണ്ടറിന്റെ ആക്സിലറേഷൻ എന്താണ് എടുക്കുന്നത്? നമ്മൾ എ സി ആയിട്ട് എടുക്കുന്നു. ലെറ്റ് എ പ്രൈം ബി ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു നോൺ ഇനേർഷ്യൽ ഫ്രെയിം, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിലറേറ്റിംഗ് പ്ലാങ്ക്. സോ എ സി എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു inertial frame, and a prime is the acceleration of the cylinder with respect to the accelerating plank, and a is the acceleration of the plank. Then the total acceleration of the cylinder as measured in the non-inertial frame. Non-inertial frame ഇലുള്ള ആ സിലിണ്ടറിന്റെ ടോട്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും? will be equal to inertial ഫ്രെയിമിലുള്ള ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള സിലിണ്ടറിന്റെ
ടോട്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? എ സി വിൽ ബി ഈക്വൽ ടു എ പ്ലസ് എ പ്രൈം. നോൺ ഇനേഴ്ഷ്യൽ അല്ല, ഇനേഴ്ഷ്യൽ ഫ്രെയിം ആയിരിക്കണം. സോ ടോട്ടൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ ക്യാൻ ബി ടേക്കൺ ആസ് എ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്രൈം, where a is the acceleration of the plank, a prime is the acceleration of the cylinder due to the accelerating plank. So non-inertial അല്ലാട്ടൊരു ബൈ മിസ്റ്റേക്ക് പറ്റിയേക്കുന്നതാണ്, ഇനേഴ്ഷ്യൽ ഫ്രെയിം ആണ്. എ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്രൈം. ദെൻ നമുക്ക് എ പ്രൈം എത്രയാണെന്ന് അറിയില്ല. ആക്സിലറേറ്റിംഗ് പ്ലാങ്ക് കൊണ്ട് ഉണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് എ പ്രൈം, consider the free body diagram of the cylinder. So then what are the forces acting on the cylinder with respect to the frame fixed to the accelerating plank? എന്തൊക്കെ ഫോഴ്സുകൾ വരാം? ഒന്ന്, force F is equal to ma prime, that is the force due to the accelerating plank. ആക്സിലറേറ്റിംഗ് പ്ലാങ്ക് കൊണ്ടുണ്ടാകുന്ന സിലിണ്ടറിന്റെ ആക്സിലറേഷൻ എത്രയാണ്? എ പ്രൈം ആണ്. ദെൻ എം ഇൻറ്റു എ പ്രൈം ആണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ആക്ടിങ് ഫോർവേഡ്. ആ കൺസിഡർ ചെയ്യുക, എ ആക്സിലറേഷനിൽ നമ്മുടെ പ്ലാങ്ക് മൂവ് ചെയ്യുന്നത്. ഈ പ്ലാങ്ക് കൊണ്ട് സിലിണ്ടറിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് എ പ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിന് ഒരു ആക്സിലറേഷൻ ഓൾറെഡി എ പ്രൈം ഉണ്ട്. ആ എ പ്രൈം ഇൻറ്റു എം എടുത്ത് എന്തായി? ഒരു ഫോഴ്സ് ആയി അവിടെ. എം ഇൻറ്റു എ പ്രൈം ഒരു ഫോഴ്സ് വന്നു, വിച്ച് ഈസ് ആക്ടിങ് ഫോർവേഡ്. നെക്സ്റ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ സിലിണ്ടർ റോൾ ചെയ്യുന്നത് എവിടെയാണ്? ആക്സിലറേറ്റിംഗ് പ്ലാങ്കിന്റെ മുകളിലാണ്, വിത്തൗട്ട് എനി സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞു. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അവിടെ എഫ്, which is also acting forward. So ma prime, which is acting forward, frictional force which is acting forward. Next is the fictitious force. നമുക്കിവിടെ ആക്സിലറേറ്റിംഗ് പ്ലാങ്ക് ആണ്, നോൺ ഇനേർഷ്യൽ സിസ്റ്റം ആണ്. സോ there will be a fictitious force. So fictitious force due to the acceleration of the system. സിസ്റ്റം ഏതാണ്? ആക്സിലറേറ്റിംഗ് പ്ലാങ്ക് ആണ്. അതിന്റെ ആക്സിലറേഷൻ എത്രയാണ്? എ ആണ്. അതുകൊണ്ടുണ്ടാകുന്ന fictitious force എത്രയായിരിക്കും വരിക? മൈനസ് എം എ. Then the equation of motion with respect to the frame fixed to the accelerating frame is F minus F fictitious is equal to ma prime. അല്ലേ? ഈ ഫോഴ്സുകളൊക്കെ എന്തിനെ ബാലൻസ് ചെയ്യണം? ma പ്രൈമിനെ ബാലൻസ് ചെയ്യണം. സോ എഫ് മൈനസ് എഫ് ഫിക്റ്റീഷ്യസ്. എന്തുകൊണ്ടാണ് മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് എടുത്തത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, എഫിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഫ് ഫിക്റ്റീഷ്യസ് ആയതുകൊണ്ട് എഫ് മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു ma പ്രൈം. ഈ രണ്ട് ഫോഴ്സുകളും എന്തിനെ ബാലൻസ് ചെയ്യണം? ma പ്രൈമിനെ ബാലൻസ് ചെയ്യണം. ഇതാണ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. Now using the second law for rotational motion, നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെ F is equal to ma. അത് ട്രാൻസ്ലേഷൻ മോഷന്റെ കേസിലാണ് സെക്കൻഡ് ലോ ആണിത്, F is equal to ma. Similarly, the second law for rotational motion is tau is equal to I into alpha. That is, the torque produced is equal to moment of inertia into angular acceleration. ഈ ടോർക്കിനെ നമുക്ക് എന്താക്കി റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ എഫ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. എഫ് ഇൻറ്റു ആർ, that is frictional force into the radius of the cylinder, F into R. That is, torque is represented as F into R, which will be equal to minus I alpha prime. Minus I alpha prime, where I is the, നമ്മൾ ഈ ഇക്വേഷൻ പോലെ നമ്മൾ എഴുതാണ് ഇവിടെ. F dot R is equal to minus I alpha prime, where I is the moment of inertia of the cylinder and alpha prime is the angular acceleration of the cylinder. Then we know that A is equal to R alpha, B equal to R omega പഠിച്ചിട്ടുണ്ടാവും. V is equal to R into omega. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. Then we will get dV by dt is equal to R into d omega by dt, where dV by dt is acceleration. A is equal to R into d omega by dt, where omega is angular velocity. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ angular acceleration, that is A is equal to R alpha. Then we can write A prime is equal to R into alpha prime. ഇതാണ് ജനറൽ ഇക്വേഷൻ. നമ്മളൊരു പ്രൈമിന്റെ ഫോമിൽ നമ്മൾ എഴുതി A prime will be equal to R into alpha prime, or alpha prime is equal to A prime by R. Then the equation F dot R is equal to minus I alpha prime will become equal to F dot R is equal to minus I into A prime by R, or F will be equal to minus I A prime by R square. Now F minus F fictitious equal to ma prime becomes equal to, substitute for F, then we will get minus I A prime by R square minus F fictitious equal to ma prime.
or this equation can be written as minus f fictitious is equal to ma prime plus I into a prime by r square. Here a prime is common in these two terms, take it outside, that is minus f fictitious is equal to a prime into m plus I by r square. Then a prime will be equal to minus f fictitious divided by m plus I by r square. But we know that f fictitious is equal to m into a and I is equal to mr square by 2. This is a general expression for the moment of inertia of a cylindrical object. That is I is equal to mr square by 2, where I is the mass of that object and r is the radius of that object. Then a prime is equal to minus ma divided by m plus I is mr square by 2 divided by r square. So r square will get cancelled. Then a prime will be equal to minus ma by m plus m by 2. Here m is common in these two terms, take it outside, then it will get cancelled with this m. Then a prime will be equal to minus a by 1 plus 1 by 2, that is 3 by 2. That is a prime is equal to minus 2 by 3a. Then what is AC? AC is equal to a plus a prime. That is AC is equal to a plus a prime is minus 2 by 3a. So 1 minus 2 by 3 into a varum. 1 minus, ഇവിടെ a രണ്ട് ടേമിൽ കോമൺ അല്ലേ, take it outside. Then AC will be equal to a into 1 minus 2 by 3. What is 1 minus 2 by 3? 1 minus 2 by 3 is 1 by 3. So AC is equal to 1 by 3a. This is the acceleration of the cylinder in an inertial frame. നമ്മൾ with respect to എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ സിലിണ്ടറിന് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും? 1/3 ടൈംസ് ദ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ആക്സിലറേറ്റിംഗ് പ്ലാങ്ക്. ആക്സിലറേറ്റിംഗ് പ്ലാങ്കിന്റെ ആക്സിലറേഷൻ എത്രയാണോ അതിന്റെ 1/3 ആക്സിലറേഷൻ നമുക്ക് സിലിണ്ടറിന് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, so that's about the second example. So that's about today's class. If you have any doubt about today's class, please message me in the WhatsApp group. Okay, thank you.